നമസ്കാരം. ഇന്ന് ലോക രാഷ്ട്രീയത്തെയും സമ്പദ് വ്യവസ്ഥയെയും അപ്പാടെ നിയന്ത്രിക്കുന്ന രാജ്യമാണ് അമേരിക്ക. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രമെന്ന വിശേഷണം ഇന്ന് അമേരിക്കയ്ക്ക് സ്വന്തമാണ്. എന്നാൽ ഇന്ന് നാം കാണുന്ന ഈ മഹാശക്തി എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഒരു ഭൂഖണ്ഡത്തിന്റെ അരികിൽ നിലനിന്നിരുന്ന ചെറിയ കോളനികളുടെ കൂട്ടം എങ്ങനെയാണ് ലോകത്തെ നയിക്കുന്ന ശക്തിയായി മാറിയത്? അതിന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്ക എന്നൊരു രാജ്യം ഉണ്ടായിരുന്നില്ല. വിശാലമായ വനങ്ങളും പർവ്വതനിരകളും നദികളും പുൽമേടുകളും നിറഞ്ഞ ഒരു ഭൂമിയായിരുന്നു അത്. വടക്ക് മഞ്ഞുമൂടിയ പ്രദേശങ്ങളും തെക്ക് ചൂടേറിയ തീരപ്രദേശങ്ങളും കിഴക്ക് അറ്റ്ലാന്റിക് സമുദ്രവും പടിഞ്ഞാറ് അജ്ഞാതമായ വിശാല ഭൂവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന അതിമനോഹരമായ ഒരു ഭൂഖണ്ഡം. ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് തദ്ദേശീയ ജനതകളായിരുന്നു. ഇന്ന് നാം നേറ്റീവ് അമേരിക്കൻസ് എന്ന് വിളിക്കുന്ന ചെറോക്കി, സിയു, ഇറോക്വോയ്സ്, നവാഹോ തുടങ്ങിയ നൂറുകണക്കിന് ഗോത്ര വിഭാഗങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു. ഓരോ ഗോത്രത്തിനും സ്വന്തം ഭാഷയും സംസ്കാരവും വിശ്വാസങ്ങളും ജീവിത രീതികളും ഉണ്ടായിരുന്നു. ഭൂമി അവരുടെ കാഴ്ചപ്പാടിൽ ഒരു സ്വത്തല്ലായിരുന്നു, മറിച്ച് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമായിരുന്നു. നദികളും വനങ്ങളും പർവ്വതങ്ങളും അവരുടെ ജീവിതത്തിന്റെയും ആത്മീയതയുടെയും കേന്ദ്രമായിരുന്നു. നൂറ്റാണ്ടുകളോളം അവർ ഈ ഭൂമിയിൽ ജീവിച്ചു. പക്ഷേ 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ ഒരു പുതിയ യുഗം ആരംഭിക്കുകയായിരുന്നു. പുതിയ വ്യാപാര പാതകളും പുതിയ ഭൂമികളും കണ്ടെത്താനുള്ള ആഗ്രഹം യൂറോപ്യൻ രാജ്യങ്ങളിൽ ശക്തമായി. മെച്ചപ്പെട്ട കപ്പലുകളും നാവിഗേഷൻ സംവിധാനങ്ങളും ഈ അന്വേഷണങ്ങൾക്ക് കരുത്തായി. 1492 സ്പെയിനിന്റെ പിന്തുണയോടെ ക്രിസ്റ്റഫർ കൊളംബസ് പടിഞ്ഞാറോട്ട് യാത്ര തിരിച്ചു. ലക്ഷ്യം ഇന്ത്യയും ഏഷ്യയുമായിരുന്നു. എന്നാൽ അദ്ദേഹം എത്തിപ്പെട്ടത് ഒരു പുതിയ ഭൂഖണ്ഡത്തിന്റെ തീരത്തായിരുന്നു. താൻ ഇന്ത്യയിൽ എത്തിയെന്ന് തെറ്റിദ്ധരിച്ച കൊളംബസ് അവിടുത്തെ ജനങ്ങളെ ഇന്ത്യൻസ് എന്ന് വിളിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിൽ ഒന്നായിരുന്നു അത്. കൊളംബസിന്റെ യാത്ര യൂറോപ്യൻ ശക്തികൾക്ക് പുതിയൊരു ലോകത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു. സ്പാനിഷുകാരും ഫ്രഞ്ചുകാരും പിന്നീട് ഇംഗ്ലീഷുകാരും ഈ ഭൂഖണ്ഡത്തിലേക്ക് എത്തിത്തുടങ്ങി. സ്വർണവും വെള്ളിയും ഭൂമിയും വ്യാപാര സാധ്യതകളും അവരെ ആകർഷിച്ചു. എന്നാൽ ഈ ഭൂമിയിൽ നേരത്തെ ജനങ്ങൾ ജീവിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം പലപ്പോഴും അവഗണിക്കപ്പെട്ടു. അങ്ങനെ 1606 ഡിസംബറിൽ 3 കപ്പലുകളിലായി 104 പുരുഷന്മാരും കുട്ടികളും അടങ്ങുന്ന സംഘം ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. 4 മാസത്തോളം നീണ്ട കടൽ യാത്രയ്ക്കൊടുവിൽ 1607 മെയ് 14 അവർ അമേരിക്കയിലെ വെർജീനിയയിലുള്ള ജെയിംസ് നദിക്കരയിൽ എത്തിച്ചേർന്നു. അന്നത്തെ ഇംഗ്ലണ്ട് രാജാവായിരുന്ന ജെയിംസ് ഒന്നാമന്റെ ബഹുമാനാർത്ഥം അവർ ആ പ്രദേശത്തിന് ജെയിംസ് ടൗൺ എന്ന് പേരിട്ടു. അമേരിക്കയിലെ ആദ്യത്തെ വിജയകരമായ ഇംഗ്ലീഷ് കോളനിയായിരുന്നു അത്. അങ്ങനെ അമേരിക്കയിൽ ഇംഗ്ലീഷ് വംശം ജീവിതം ആരംഭിച്ചു. ഇവർ രാജകുടുംബാംഗങ്ങളോ സൈനിക മേധാവികളോ ആയിരുന്നില്ല. മികച്ച ജീവിതം തേടിയെത്തിയ സാധാരണ മനുഷ്യരായിരുന്നു. എന്നാൽ പുതിയ ലോകം അവരെ എളുപ്പത്തിൽ സ്വീകരിച്ചില്ല. ഭക്ഷ്യക്ഷാമം, രോഗങ്ങൾ, കടുത്ത കാലാവസ്ഥ എന്നിവ കാരണം ആദ്യ വർഷങ്ങളിൽ തന്നെ കുടിയേറ്റക്കാരിൽ പകുതിയിലധികവും മരിച്ചു വീണു. അതിജീവിക്കാൻ അവർക്ക് തദ്ദേശീയ ജനതയുടെ സഹായം ആവശ്യമായി വന്നു. കൃഷിരീതികളും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള വഴികളും അവർ നേറ്റീവ് അമേരിക്കൻ ഗോത്രങ്ങളിൽ നിന്ന് പഠിച്ചു. എന്നാൽ കാലക്രമേണ കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും കൂടുതൽ ഭൂമി ആവശ്യമായി വരികയും ചെയ്തു. ഇതോടെ തദ്ദേശീയ ജനതയും യൂറോപ്യൻ കുടിയേറ്റക്കാരും തമ്മിലുള്ള സംഘർഷങ്ങൾ ആരംഭിച്ചു. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയും 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെയും അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് 13 ഇംഗ്ലീഷ് കോളനികൾ രൂപപ്പെട്ടു. മതസ്വാതന്ത്ര്യം തേടിയവരും സാമ്പത്തിക അവസരങ്ങൾ അന്വേഷിച്ചവരും പുതിയ ജീവിതം സ്വപ്നം കണ്ടവരും ഇവിടെ എത്തിച്ചേർന്നു. അതോടൊപ്പം തന്നെ ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ കൊണ്ടുവന്ന് കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യിക്കുകയും ചെയ്തു. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായങ്ങളിൽ ഒന്നാണ് ഈ അടിമത്തം. ഈ കോളനികൾ വളർന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഒരു പുതിയ തിരിച്ചറിവ് രൂപപ്പെടുത്താൻ തുടങ്ങി. അവർ ഇംഗ്ലീഷുകാരാണെങ്കിലും ഇംഗ്ലണ്ടിൽ ജീവിക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിത രീതി അവർ വികസിപ്പിച്ചു. സ്വന്തം സമൂഹങ്ങളും സ്കൂളുകളും പ്രാദേശിക ഭരണ സംവിധാനങ്ങളും അവർ രൂപപ്പെടുത്തി. ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള അവസരങ്ങൾ വർദ്ധിച്ചു. അതോടെ അവരിൽ ഒരു ചിന്ത ഉയർന്നു. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള രാജാവ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് എന്തിന്? ഇതിനിടെ ഇംഗ്ലണ്ട് വലിയ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടതോടെ കടുത്ത സാമ്പത്തിക ബാധ്യത നേരിടുകയും ചെയ്തു. അതിന്റെ ഭാരം കോളനികളിലേക്ക് മാറ്റാൻ ബ്രിട്ടീഷ് സർക്കാർ നികുതികൾ വർദ്ധിപ്പിച്ചു. പേപ്പർ, ഗ്ലാസ്, ചായ തുടങ്ങിയ പല സാധനങ്ങൾക്കും നികുതി ഏർപ്പെടുത്തി. എന്നാൽ കോളനിക്കാർക്ക് ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലായിരുന്നു. അതിനാൽ അവർ ശക്തമായി പ്രതിഷേധിച്ചു. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, അതായത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം അമേരിക്കൻ ചരിത്രത്തിലെ നിർണായകമായ രാഷ്ട്രീയ സന്ദേശമായി മാറി. 1773 ബോസ്റ്റൺ തുറമുഖത്ത് നടന്ന ബോസ്റ്റൺ ടീ പാർട്ടി പ്രതിഷേധം സംഘർഷത്തെ പുതിയ തലത്തിലേക്ക് എത്തിച്ചു. പ്രതിഷേധക്കാർ ബ്രിട്ടീഷ് ചായക്കെട്ടുകൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ഒരു നികുതി പ്രതിഷേധം മാത്രമായിരുന്നില്ല,
സ്വാതന്ത്ര്യത്തിനായുള്ള പ്രഖ്യാപനത്തിന്റെ തുടക്കം കൂടിയായിരുന്നു. 1775 മസാച്യൂസെറ്റ്സിലെ ലെക്സിംഗ്ടണിലും കോൺകോർഡിലും ആദ്യത്തെ വെടിയൊച്ചകൾ മുഴങ്ങി. അമേരിക്കൻ വിപ്ലവ യുദ്ധം ആരംഭിച്ചു. അന്നും പലരും ബ്രിട്ടനുമായി ഒത്തുതീർപ്പ് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ചില നേതാക്കൾ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഏക പരിഹാരമെന്ന് വിശ്വസിച്ചു. അവരിൽ പ്രധാനിയായിരുന്നു തോമസ് ജെഫേഴ്സൺ. 1776 അദ്ദേഹം തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ രേഖകളിലൊന്നായി മാറി. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന ആശയം ലോകമെമ്പാടുമുള്ള ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി മാറി. 1776 ജൂലൈ 4-ന് 13 കോളനികൾ ഔദ്യോഗികമായി ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അമേരിക്കൻ ഐക്യനാടുകൾ ജനിച്ചു. പക്ഷേ പ്രഖ്യാപനം മാത്രം പോരായിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യത്തെ യുദ്ധത്തിൽ തോൽപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ഈ പോരാട്ടത്തിൽ അമേരിക്കൻ സൈന്യത്തെ നയിച്ചത് ജോർജ് വാഷിംഗ്ടൺ ആയിരുന്നു. വിഭവങ്ങളുടെ കുറവും പരിശീലനത്തിന്റെ അഭാവവും രോഗങ്ങളും വിശപ്പും അദ്ദേഹത്തിന്റെ സൈന്യത്തെ നിരന്തരം വേട്ടയാടി. 1777-78 കാലഘട്ടത്തിലെ വാലി ഫോർജ് ശൈത്യകാലം അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു. എങ്കിലും വാഷിംഗ്ടൺ സൈന്യത്തെ ഒരുമിച്ച് നിർത്തി. ഫ്രാൻസിന്റെ സഹായം അമേരിക്കയുടെ ഭാഗ്യം മാറ്റിമറിച്ചു. സൈനികരും ആയുധങ്ങളും സാമ്പത്തിക സഹായവും ഫ്രാൻസ് നൽകി. ഒടുവിൽ 1781 യോർക്ക് ടൗണിൽ ബ്രിട്ടീഷ് സൈന്യം കീഴടങ്ങി. അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഉറപ്പിക്കപ്പെട്ടു. യുദ്ധം ജയിച്ചു. എന്നാൽ മറ്റൊരു വെല്ലുവിളി കൂടി ഉയർന്നു വന്നു. രാജാവില്ലാതെ ഒരു രാജ്യം എങ്ങനെ ഭരിക്കും? ഇതിനായി 1787 ഫിലാഡൽഫിയയിൽ പ്രമുഖ നേതാക്കൾ ഒത്തുകൂടി. ജെയിംസ് മാഡിസൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, അലക്സാണ്ടർ ഹാമിൽട്ടൺ തുടങ്ങിയവർ ചേർന്ന് പുതിയ ഭരണഘടന രൂപപ്പെടുത്തി. അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതിരിക്കാൻ 3 ശാഖകളുള്ള ഭരണ സംവിധാനം അവർ സൃഷ്ടിച്ചു. നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നീ മേഖലകൾ പരസ്പരം നിയന്ത്രിക്കുന്ന രീതിയിലായിരുന്നു അത്. ഇന്നും ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഭരണഘടനകളിൽ ഒന്നായി അത് നിലനിൽക്കുന്നു. 1789 ജോർജ് വാഷിംഗ്ടൺ അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റായി അധികാരമേറ്റു. എന്നാൽ അമേരിക്കയുടെ കഥ വിജയങ്ങളുടെ മാത്രം കഥയല്ല. സ്വാതന്ത്ര്യവും സമത്വവും പ്രഖ്യാപിച്ച രാജ്യം തന്നെ അടിമത്തം തുടർന്നു എന്ന വിരോധാഭാസവും അതിലുണ്ട്. നേറ്റീവ് അമേരിക്കൻ ജനത നേരിട്ട ദുരന്തങ്ങളും അതിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അമേരിക്കയുടെ ചരിത്രം മഹത്തായ ആശയങ്ങളുടെയും ഗുരുതരമായ അനീതികളുടെയും സംയോജനമെന്ന് ചരിത്രകാരന്മാർ പറയുന്നത്. എങ്കിലും ഒരു കാര്യം നിഷേധിക്കാനാവില്ല. ഒരു രാജാവിനെയോ ഒരു മതത്തെയോ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് അമേരിക്ക രൂപപ്പെട്ടത്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, ജനങ്ങളുടെ ഭരണം എന്ന ആശയങ്ങൾ. ആ ആശയങ്ങളാണ് പിന്നീട് ലോക രാഷ്ട്രീയത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചത്. അങ്ങനെ വനങ്ങളുടെയും നദികളുടെയും ഭൂമിയിൽ നിന്ന് ആരംഭിച്ച ഒരു യാത്ര ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രത്തിന്റെ ജനനത്തിലേക്ക് എത്തിച്ചേർന്നു. ഇത് അമേരിക്കയുടെ കഥയാണ്. മനുഷ്യന്റെ സ്വപ്നങ്ങളുടെയും പോരാട്ടങ്ങളുടെയും വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും കഥ. മഹത്തായ വിജയങ്ങളുടെയും അതേസമയം തന്നെ വിസ്മരിക്കാനാകാത്ത ചില അനീതികളുടെയും ഒരു വലിയ സംയോജനമാണ് അമേരിക്കയുടെ ചരിത്രം. 13 ചെറിയ കോളനികളിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന മഹാശക്തിയായി മാറിയ ഈ രാജ്യത്തിന്റെ വളർച്ച മനുഷ്യന്റെ അചഞ്ചലമായ സ്വപ്നങ്ങളുടെയും കഠിനമായ പോരാട്ടങ്ങളുടെയും നേർസാക്ഷ്യമായി ഇന്നും നിലകൊള്ളുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.